രണ്ട് കാര്യങ്ങൾ രാഹുൽ കണക്കെന്ന നിലയിൽ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒറ്റയടിക്ക് 70 ലക്ഷം വോട്ടർമാരുടെ എണ്ണമാണ് കൂടിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഹിമാചൽ പ്രദേശിലെ ജനസംഖ്യ പെട്ടെന്നാണ് 5 മാസത്തിനിടയിലാണ് അത് ഉണ്ടാകുന്നത്. ഷിർദി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ 1000 വോട്ടർമാർ ഒറ്റയടിക്ക് കൂടുന്നു. ഇതേ കാര്യങ്ങൾ ഇപ്പോൾ കെജ്രിവാൾ ഉന്നയിക്കുന്നുണ്ട്. അവിടുത്തെ BJP MP-മാർ അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നിരവധി പേരുടെ പേരിലാണ് ഇപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കപ്പെടുന്നതെന്നും അത് വലിയ കൃത്രിമത്തിലേക്ക് പോകുന്നുവെന്നും. അതുപോലെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പറ്റിയും കെജ്രിവാളിൻ്റെ ആരോപണമുണ്ട്. അയാൾ പ്രവർത്തിക്കുന്നത് ഗവർണറാകാനോ രാഷ്ട്രപതിയാകാനോ വേണ്ടിയിട്ടാണ് എന്ന്. അപ്പോൾ ഈ വിമർശനങ്ങളുണ്ട്, അതിന് മതിയായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന വസ്തുതകളുമുണ്ട്. അങ്ങയുടെ മറുപടി? ശ്രീ വേണു, ഈ പ്രതികരണങ്ങളിൽ CPM-ന്റെ പ്രതിനിധിയും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ആരാധ്യയായിട്ടുള്ള രാഷ്ട്രപതിയെ സോണിയാഗാന്ധി അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് അവർക്ക് യാതൊരു പ്രതികരണവുമില്ല, യാതൊരു വിശദാംശങ്ങളും അവർ പറയാൻ തയ്യാറല്ല. 1. 2, ഇന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞത് 2014 നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന മേക്കിംഗ് ഇന്ത്യ പദ്ധതി നല്ലതായിരുന്നു, പക്ഷേ അത് വേണ്ടത്ര മുന്നോട്ട് പോയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ INS വിക്രാന്ത് പോലെയുള്ള സൈനിക കപ്പലുകൾ നിർമ്മിച്ചത് ഈ വിദ്യയിലൂടെയാണെന്നുള്ളത് ഈ മനുഷ്യൻ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടോ? നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന പുതുതായി പ്രഖ്യാപിച്ചിട്ടുള്ളതും ഇനി വരാൻ പോകുന്നതുമായിട്ടുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ നിർമ്മിച്ചത് ഈ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിലാണെന്ന് അറിയാത്തയാളല്ല. സൈനിക മേഖലയിലടക്കം വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വാഹന നിർമ്മാണ മേഖലയിലടക്കം വലിയ മുന്നേറ്റത്തിനും വിദേശ നാണ്യ ശേഖരത്തിനും അവസരമൊരുക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇന്ന് പരിഹസിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു വയ്ക്കുന്നു. 1. 2, ശ്രീ റഹീം ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടില്ല. അദ്ദേഹം പാർലമെന്ററിയനാണ്, തിരക്കിൻ്റെ ഭാഗമാണ്. ചെങ്കോല് വെച്ചതിനെ സംബന്ധിച്ചും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ സംബന്ധിച്ചും അദ്ദേഹം BJP-യെ പരിഹസിക്കുകയാണ്. ഈ നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൽ അഭിമാനിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രവും പ്രസ്ഥാനവുമാണെന്ന് BJP. സ്വാഭാവികമായിട്ടും അത് ഇന്ത്യയിലെ ജനസമൂഹം ജനാധിപത്യ പ്രക്രിയയിലൂടെ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകളില്ലേ കഴിഞ്ഞ കുറേ നാളുകളായി വന്നുകൊണ്ടിരിക്കുന്നത്. അതിവർ കാണാതെ പോകുകയാണോ? ഇവരുടെ ഈ വിശദാംശങ്ങളും ഈ വെളിപ്പെടുത്തലുകളും ഈ നിലപാടുകളും ജനങ്ങൾ പരിഹസിച്ച് പുച്ഛത്തോടെ തള്ളുകയാണ്. ആ ജനാധിപത്യ പ്രക്രിയയിൽ പരാജയപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്ഷേപകരമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നതിന് അടിസ്ഥാനമില്ല എന്ന് ആവർത്തിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതിനും അപ്പുറത്തേക്ക് കോടതിയെ സമീപിക്കുമ്പോൾ കോടതിയും തള്ളുകയാണ്. അവിടെ ശ്രീ വേണുവും ആവർത്തിക്കുന്നു, ഇതെല്ലാം തന്നെ BJP വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും പ്രതിനിധികൾ ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന ശ്രീ നവീൻ ബാബുവിൻ്റെ വിധവ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൂട്ടിലിട്ട തത്തയെന്നും മോദിയുടെ ഏജൻസി എന്നും പറയുന്ന CBIയുടെ അന്വേഷണം വേണമെന്ന് പറയുകയാണ്. നവീൻ ബാബുവിൻ്റെ വിധവ പറയുന്നു അത് കോൺഗ്രസ് പിന്തുണയ്ക്കുകയാണ്, ഇത് ബാലറ്റിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുകയാണ്. പരാജയപ്പെടുന്ന സന്ദർഭത്തിൽ മാത്രമാണത്. ഇവർക്ക് കൂടുതൽ ആക്ഷേപകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? ജനങ്ങളുടെ മുമ്പാകെ പറയട്ടെ. നമ്മുടെ കേരളത്തിൽ വോട്ടെരട്ടിപ്പിൻ്റെ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നില്ലേ? ആരാ ചെയ്തത്? ശ്രീ കെ സോമൻ, ഇന്നിപ്പോ രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസംഗം അങ്ങ് കേട്ടല്ലോ. അതിൽ ഈ രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടി അല്ലല്ലോ. ഒരു സെക്കൻഡ്, ഈ ഹിമാചൽ പ്രദേശിലെ ജനസംഖ്യയുടെ അത്രയും 70 ലക്ഷം ഒറ്റയടിക്ക് 5 മാസം കൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ എണ്ണം കൂടുകയാണ്. ഷിർദിയിലെ ഒരു കെട്ടിടത്തിൽ 1000 വോട്ടർമാർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. ഇത് ഇലക്ഷൻ കമ്മീഷനോടാണ് രാഹുൽ ചോദിക്കുന്നത്. ഇതിന്റെ കണക്കുകൾ വസ്തുതകളൊന്ന് പറയാമോ? നിങ്ങളത് പറയില്ല എന്ന് ഞങ്ങൾക്കറിയാമെന്ന്. എന്താണ് സാർ അത് പറയാത്തത്? ഇലക്ഷൻ കമ്മീഷൻ എന്താണത് പറയാത്തത്? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്താണത് പറയാത്തത്? ഈ സ്ഥാപനങ്ങൾ BJP വൽക്കരിക്കപ്പെട്ടു എന്ന് പരിഹസിക്കുകയല്ലേ? അങ്ങനെ അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? UP അങ്ങനെ വിശ്വസിക്കേണ്ട സാഹചര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ വിശ്വസിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. ഞാൻ അതാണ് ചോദിച്ചത്. അങ്ങനെ വിശ്വസിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. ഇപ്പോ കൃത്യമായി ഈ പറയുന്ന പ്രചാരണ ഘട്ടത്തിൽ നരേന്ദ്രമോദി അത് ദുരുപയോഗം ചെയ്തു എന്ന് ബോധ്യമുള്ള ഇലക്ഷൻ കമ്മീഷണർക്ക് ആ പദവിയിൽ തുടരാൻ കഴിഞ്ഞോ? അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ട സാഹചര്യം വന്നില്ലേ? അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് പിന്നെ വേട്ടയാടലുകൾ ഉണ്ടായില്ലേ? ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 2 ഇലക്ഷൻ കമ്മീഷണർമാരുടെ മാറ്റമല്ലേ ഉണ്ടായത്? അതിന് തൊട്ടു മുൻപ് എന്താണ് സംഭവിച്ചത്? ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഇത്തരം തെരഞ്ഞെടുപ്പ് സമിതിയുടെ ഒരു ഘടനയിലേക്ക് കാര്യങ്ങൾ മാറിയില്ലേ?